രാഹുലിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പോലീസ് വാഹനമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സി അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, വലിയ പോലീസ് സന്നാഹമുണ്ട്, വലിയ തോക്കൊക്കെയായി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം രാഹുലിനെ ഞാൻ ആദ്യം പറയുന്നത് പോലെ തന്നെ മുൻപ് പല സമാനമായ രീതിയിൽ കോൺഗ്രസ് MLA-മാരോ അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനയിൽപ്പെട്ട MLA-മാരെയോ ഒക്കെ സമാന കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത രീതിയിൽ രാഹുലിനെതിരെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഉണ്ടായത്. ഒരു പക്ഷേ അത്തരത്തിലുള്ള അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട MLA-മാർക്കൊക്കെ ഒരു പരാതിയേ ഉണ്ടായിരുന്നുള്ളൂ. രാഹുലിനെതിരെ 2-3 പരാതികളുണ്ട് എന്ന് മാത്രവുമല്ല, പലപ്പോഴും യൂത്ത് കോൺഗ്രസ് നേതാവ് ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യം, ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം സർക്കാരിനെയും പ്രതിപക്ഷ സംഘടനകളെയും ഒക്കെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന, ആക്ഷേപിക്കുന്ന രീതിയിൽ രാഹുൽ മൂർച്ചയേറിയ വാചകങ്ങളൊക്കെ ഉപയോഗിച്ച് ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ പ്രതികരിക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് തന്നെ അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രപരമായ എതിർപ്പ് കൂടാതെ രാഹുൽ അത്തരത്തിൽ ധാരാളം ശത്രുക്കളെ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ പ്രതിഷേധങ്ങളിൽ നിന്നൊക്കെ തന്നെ സ്വാഭാവികമായി തന്നെ ഇന്നും ജയിലിന് മുമ്പിലോ അല്ലെങ്കിൽ പോകുന്ന വഴിയിലോ ഒക്കെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് DYFI യുവമോർച്ച പ്രവർത്തകർ ഉയർത്തിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് MLA ആണ് എന്ന് മാത്രവുമല്ല, ഒരു പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഒരു പ്രതിക്ക് ഏതെങ്കിലും രീതിയിൽ അയാൾക്കെതിരെ എന്തെങ്കിലും കയ്യേറ്റമോ അങ്ങനെയൊക്കെ ഉണ്ടായാൽ വലിയ നടപടികളിലേക്ക്, കോടതി ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് പഴുതടച്ചൊരു സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് രാഹുലിനെ തിരുവല്ലയിലേക്ക് കൊണ്ടുപോവുക. സാധാരണ നിലയിൽ ഇവിടെ നിന്ന് മാവേലിക്കരയിൽ നിന്ന് ഒരു മണിക്കൂർ താഴെ യാത്രയേ ഉള്ളൂ തിരുവല്ലയിലേക്ക്. അത് ഒരു രാവിലെയൊക്കെ സമയമാകുമ്പോൾ വലിയ ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ 1/4 മണിക്കൂർ കൊണ്ട് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. സാധാരണ നിലയിൽ 11 മണിക്കാണ് കോടതി ആരംഭിക്കുക. അതിനു മുൻപായിട്ട്, ഇപ്പോൾ 9:30 അടുക്കുന്ന സമയം, അതിനു മുൻപായിട്ട് രാഹുലിനെ ഒരു 10 മണിക്ക്, ഒരു 1/2 മണിക്കൂറിനകം തന്നെ രാഹുലിനെ ഇവിടെ നിന്ന് ഇറക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ പ്രതിഷേധവുമായി DYFI യുവമോർച്ച പ്രവർത്തകർ ഇവിടെ ഇല്ല. ഒരുപക്ഷെ ഈ ഒരു 10 മണിയൊക്കെയോടുകൂടി അവരെത്താനുള്ളൊരു സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് വലിയൊരു പോലീസ് സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.